മോഹൻലാൽ എന്തടേ നിന്റെയൊക്കെ വീട്ടിലെ കളിപ്പാവിയ ധന്യ രാജേന്ദ്രൻ നമ്മുടെ പാർവതി തിരുവോത്തും അതുപോലെ തന്നെ WCC മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ പോസ്റ്റ് അങ്ങെടുത്ത് ഷെയർ ചെയ്യലാണ്. നമ്മുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇന്ന നടി ഇന്നാളെ പറ്റി ഇന്നത് വെളിപ്പെടുത്തി, അതിൽ മോഹൻലാലിന്റെ ഫോട്ടോ. വേറൊരു നടി വേറൊന്ന് വെളിപ്പെടുത്തി, അതിലും മോഹൻലാലിന്റെ ഫോട്ടോ. എന്നാ മോഹൻലാലിനെ പറ്റി വല്ലതും പറയണ്ടോ? ഒന്നുമില്ല. ഇത് പണ്ട് ഈ മഞ്ഞപ്പത്രക്കാരെ ക്ലിക്ക് കിട്ടാൻ വേണ്ടി പറയില്ലേ? കത്രീന കൈഫിന് ഹോട്ടലിൽ വെച്ച് സംഭവിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ന ഡ്രസ് ഇട്ട സിനിമാ നടിക്ക് സംഭവിച്ചു കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മാത്രമല്ല പല ന്യൂസ് ചാനൽസ് ഇന്ന് ഈ ഫെയിമും അതുപോലെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി കാണിക്കുന്നത് തന്നെയാണ്. സോ ഇതിലും ഭേദം തെണ്ടി തിന്നാന്ന് തന്നെ പറയുന്നു. സോ ഇവര് മോഹൻലാലിനെ പറ്റി കുറ്റം പറയും വേണം, അതേപോലെ മോഹൻലാലിന്റെ പേര് വെച്ച് അങ്ങേരെ സ്റ്റാർഡം വെച്ച് ഇവർക്ക് ഫെയിമും അതുപോലെ വ്യൂസ് വേണം. നമ്മൾ പറയില്ലേ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ, അതേ സാധനം തന്നെയാണ്. സോ ഈ പിച്ചക്കാർക്ക് ഇതിലും അഭിമാനത്തോടെയാണ് അവർ ജീവിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. സോ ഇപ്പൊ ഈ മോഹൻലാലിന് പകരം വല്ല സിനിമാ നടിയുടെ ഫോട്ടോ ആണ് അവിടെ വെക്കുന്നത്. അപ്പൊ കാണാം നടിയുടെ മുഖം പുറത്ത് കാണിച്ചു, നടിയുടെ പേര് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിയും തേങ്ങയും മാങ്ങിയൊന്നും വേണ്ട അല്ലേ? സോ ഇപ്പൊ രേവതിയുടെ ഇഷ്യൂല് തന്നെ രേവതി പറഞ്ഞു എനിക്ക് അങ്ങനെ ഫോട്ടോ അയച്ചെന്നിട്ടില്ല, അത് അവിടെ കഴിഞ്ഞു. വേറൊരു സ്ത്രീ പറയണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾ പറഞ്ഞാൽ മതി, അതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. എന്നാ പിന്നെ മുകേഷിനും ജയസൂരിക്കും സിദ്ദിഖിനും അത് അങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യമൊന്നും ആർക്കും വേണ്ട. ഒന്നെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്ന സാധനം അങ്ങോട്ട് പുറത്തു വിടുക, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഓരോ ആക്ടിവേസ്റ്റുകൾ ഉണ്ട്, ഇന്നയാള് കുറ്റക്കാരൻ പറഞ്ഞ് സീലടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവൻ കോടതി വരെ പറയുന്നുണ്ട് നോ വൺ ഈസ് ഗിൽറ്റി അൺടിൽ പ്രൂവൻ എന്ന്. പക്ഷെ ഇവരാണ് വിധി അങ്ങോട്ട് തീരുമാനിക്കുന്നത്. എന്തേ കോടതി സോഷ്യൽ മീഡിയയിലോട്ട് മാറ്റിയോ? അറിയാതെ ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വേറൊരു ട്രെൻഡ് എന്താ വെച്ചാൽ ആൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം, ആൺകുട്ടികളെ കെട്ടിയിട്ട് വളർത്തണം, ആൺകുട്ടികളെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. വേറൊരു സെനാരിയോ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോകാൻ പേടിയാണെന്ന്. അവരൊരു ഫോൾസ് അക്യൂസിഷൻ പറഞ്ഞാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നുള്ളത്. അവന്റെ കരിയർ പോയി, അവനെ പിടിച്ച് ജയിലിലിട്ടു, അവനെ സൊസൈറ്റിയിൽ തല ഉയർത്തിപ്പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഇത് പോകുന്നത്. സോ ഇനീഷ്യലി ഞാനും വിചാരിച്ചത് ഈ പാർവതി തിരുവോത്തൊക്കെ നല്ലൊരു ഇന്റൻഷനിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ ഒരാളുടെ അടുത്തുള്ള ഹെയ്റ്റ് ആണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ എല്ലാ തല്ലിപ്പൊളി കോളേജിലും ഒരു നല്ല ഒരു ബ്രൈറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവാൻ പറയില്ലേ, അതേപോലെ തന്നെ എല്ലാ ജെൻഡറിലും നല്ല ആൾക്കാരുണ്ട്. ഇവരൊരു ജെൻഡറിനോടാണ് ഈ ഹെയ്റ്റ് പറയുന്ന സാധനം കാണിക്കുന്നത്. പാർവതി പറയുന്നത് ഏതാ വിശ്വസിക്കുന്നത്? തങ്കലന്റെ പ്രൊമോഷൻ സമയത്ത് ഇപ്പൊ ബോളിവുഡിൽ ഹിന്ദിയിൽ റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഇവര് പിങ്കിലേക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആള് പറയുന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു ബി കോൾഡ് ആസ് എൻ ആക്ടർ ഇൻസ്റ്റെഡ് ഓഫ് എ സ്റ്റാർ എന്ന്. അതായത് എനിക്കൊരു സ്റ്റാർഡം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂ. ഇപ്പൊ എനിക്ക് ആക്ടർ ആവണമെന്ന ഇഷ്ടം, കാരണം എന്റെ പേരിൽ ഒരു 100 കോടിയൊന്നും ഇല്ല. ഇതേ പാർവതി തിരുവോത്താണ് മീഡിയയിൽ വന്നിട്ട് തുല്യവേതനം വേണം പറയുന്നത്. സോ ഇതിലിപ്പോ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഒന്നെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വിടുക, ഇതില്ലെങ്കിൽ ഫുൾ ബ്ലെയിം പറയുന്ന സാധനം മോഹൻലാലിന്റെ തലയ്ക്കാണ്. മോഹൻലാൽ രാജിവെച്ച കുറ്റം, രാജിവെച്ചില്ലെങ്കിൽ കുറ്റം. മൂപ്പര് പത്രസമ്മേളനം നടത്തിയ കുറ്റം, നടത്തിയില്ലെങ്കിൽ കുറ്റം. അമ്മ പറഞ്ഞ മോഹൻലാൽ മാത്രമൊന്നുമല്ല, അതൊന്ന് ദയവ് ഇത് മനസ്സിലാക്കുക.